ഒരു കസ്റ്റമർ അവര് റൂമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഒരു സ്റ്റാഫ് ഡോറിന്റെ താഴെ കൂടെ കോണ്ടം ഇട്ട് കൊടുക്കുക, കൊട്ടുക. പിന്നെ ആലുവയിൽ നിന്നല്ല ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ കസ്റ്റമർ ആയിട്ട്. ആള് പറഞ്ഞു എനിക്ക് നീ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നീ 1 hour നീ ഇത് എനിക്ക് സെക്സ് ചെയ്തു തരണം. അപ്പോൾ ആള് പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് പൈസ കിട്ടുന്നില്ലല്ലോ ഇതില്. അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ട്. എന്നിട്ട് ഇന്നലെ ആൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ അവിടെ നടക്കുന്നത് ടോട്ടലി ഭയങ്കര മോശമായിട്ടാണ് നടക്കുന്നത്. ഇവിടെ ഡി ഫ്ലോറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ പോയിട്ട് 2 ടവല് പിന്നെ സോപ്പ് ഷാമ്പു ഒക്കെ തന്നിട്ട് പറഞ്ഞു നീ പോയി കുളിച്ചിട്ട് വായോ, എന്നിട്ട് നീ 2 മെയിനായിട്ടുള്ള സ്ഥലം മറച്ചിട്ട് നീ വന്ന് കിടക്കാൻ പറഞ്ഞു. എനിക്ക് OLX-ലൂടെയാണ് ഇത് ജോബിൻ്റെ ഇത് കണ്ടത്. അപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്ത് നോക്കി. ആദ്യം ഒരു സ്ത്രീയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയിലാണ്. എറണാകുളത്ത് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്ന വാർത്തകളുണ്ട്. പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന കുറേ സ്ഥാപനങ്ങളിലെ കഥകളും വാർത്തകളുമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ എറണാകുളം. ഇപ്പോൾ ഇവിടെ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഡി ഫ്ലോറ സ്പാ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനുള്ളിൽ ഒരു പെൺകുട്ടിയെ പേഴ്സണൽ സെക്രട്ടറിയായി ജോലിക്ക് നിയമിച്ചുകൊണ്ട് അവളെ നിർബന്ധപൂർവ്വം മസാജ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യാണ് ഉണ്ടായത്. നിർബന്ധിച്ചുകൊണ്ട് ആ കുട്ടിക്ക് പേടിയായപ്പോൾ ആ കുട്ടിയുടെ അടുത്ത ബന്ധുവിനെ തന്നെ ഇവിടെ വിളിച്ചു വരുത്തി അത് ചോദ്യം ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 5ഓളം പെൺകുട്ടികളും പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഗസ്റ്റും ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ഇതേപോലെ ഇവർക്ക് പല പേരുകളിൽ ഈ എറണാകുളത്ത് തന്നെ കുറേ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനത്തിലെല്ലാം കൂടെ 10-40ഓളം പെൺകുട്ടികളുണ്ട് ഈ ബിസിനസ്സിന്. ഈ സ്പാ ചെയ്യുമ്പോൾ നമ്മുടെ ഈ തിരുമ്മി കൊടുക്കുമ്പോൾ മസാജ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ അവർ മറ്റേ കാര്യം കൂടെ ചെയ്യിപ്പിച്ച് പണം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഈ കൊച്ചിയിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത എത്രയോ പെൺകുട്ടികൾ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ കുട്ടിയായതുകൊണ്ട് അത് വെളിയിൽ പറയാനും മാധ്യമങ്ങളെ അറിയിക്കാനും ആ കുട്ടിക്ക് ധൈര്യം ഉണ്ടായിട്ട് മാത്രമാണ് ഈ കാര്യം ഇവിടെ പുറത്തിറങ്ങുന്നത്. എത്രയോ പെൺകുട്ടികൾ നമുക്ക് തന്നെ അറിയാം ഇവിടെ ജോലിയില്ലാതെ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് OLX-ലൊക്കെ തപ്പിയാണ് ഓരോ ജോലിയൊക്കെ തപ്പിക്കെടുക്കുന്നത്. അത് ഇതുപോലുള്ള ചതിക്കുഴികളാണ്. അത് തന്നെയാണ് ഈ പെൺകുട്ടി നമ്മളോട് സംസാരിച്ച ഈ പെൺകുട്ടിയും OLX വഴിയാണ് ഈ സ്ഥാപനം കണ്ടെത്തിയത്. അതിന്റെ പിറ്റേന്ന് തന്നെ നമ്മുടെ തനി സ്വഭാവമാര് പുറത്തെടുത്തുകൊണ്ട് അത് അറിയാൻ കഴിഞ്ഞു. അവളുടെ ധൈര്യത്തിന് ഒരു ബിഗ് സല്യൂട്ട്. കാശ് എപ്പോഴാണ് വേണമെന്ന് പറഞ്ഞത്? ഇവിടെ ഞാൻ പേഴ്സണൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടാണ് OLX-ലെ ആഡ് കണ്ടിട്ട് മെസ്സേജ് അയച്ചത്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിക്കാനായിട്ട് ഇവരുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഡി ഫ്ലോറ സ്പാ എന്ന് പറഞ്ഞ സ്ഥലത്തെ ലൊക്കേഷനാണ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോയത് ഡിലൈറ്റ് സ്പാ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് ഡേ എനിക്ക് പ്രോബ്ലമായിട്ട് തോന്നിയില്ല. ഇതുപോലെ കുറേ സ്ഥാപനങ്ങൾക്ക് എന്നെ കൊണ്ടുപോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്നപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, നോർമലി ഒരു ആയുർവേദിക് സ്ഥലത്ത് എന്താണ് ഉണ്ടാവുകയെന്ന് ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ. പക്ഷെ അവിടെ പോയപ്പോഴാണ് ഭയങ്കര മോശമായിട്ട് കുറേ ഇത് അറിയുന്നത്. അപ്പോൾ ഇന്നലേക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ കുറേ ഓഫീസിലേക്ക് കൊണ്ടുപോയി. ഗേൾസ് ഇങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു, എൻ്റെ ഏജുള്ള ഗേൾസ് ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് മോർണിംഗ് വന്നപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വായോ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത്. അവിടുത്തെ ഒരു മാനേജറാണ് എന്നെ ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുപോയത്. ഫുഡ് കഴിച്ചിട്ട് നേരെ എന്നെ കൊണ്ടുവന്നത് ഡി ഫ്ലോറ സ്പാ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് വണ്ടിയിൽ വരുമ്പോൾ പറഞ്ഞു നാളെ 3 ഗേൾസ് വരുന്നുണ്ട്, അതിൽ 2 പേര് മസാജിന് വരുന്നതാണ്, ഒരാൾ ടെലികോളറായിട്ട് വരുന്ന ആളാണ്. അപ്പം നാളെ നീ ഇവർക്ക് ട്രെയിനിങ് ചെയ്യണം, ഇൻ്റർവ്യൂ എടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു എന്താ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സാലറി കാര്യങ്ങളൊക്കെ പറയുക, വ്യക്തമായിട്ട് പറയുക, പിന്നെ എന്താണ് ഈ സ്ഥാപനത്തിൻ്റെ ഇതെന്ന് വെച്ചാൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നാളെ വരുന്ന കുട്ടികൾക്ക് നീ ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഞാൻ കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവർക്ക് നീ മസാജ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ആരെ വേണമെന്ന് നീ തന്നെ ചൂസ് ചെയ്യാൻ പറഞ്ഞു. പെണ്ണിന് വേണമെങ്കിൽ പെണ്ണിന് ചൂസ് ചെയ്യാം, ആണിന് വേണമെങ്കിൽ ഇപ്പം ഞാൻ നിൻ്റെ അടുത്ത് ഇത്ര കമ്പനി ആയ സ്ഥിതിക്ക് നിനക്ക് വേണമെങ്കിൽ എന്നെ പറയാം, നിനക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഡി ഫ്ലോറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ പോയിട്ട് 2 ടവല് പിന്നെ സോപ്പ് ഷാമ്പു ഒക്കെ തന്നിട്ട് പറഞ്ഞു നീ പോയി കുളിച്ചിട്ട് വായോ, എന്നിട്ട് നീ 2 മെയിനായിട്ടുള്ള സ്ഥലം മറച്ചിട്ട് നീ വന്ന് കിടക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ആള് പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യാനൊന്നും പോണില്ല. അങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു ആള്. ഒന്നെങ്കിൽ നീ രണ്ട് ഡ്രസ്സും നീക്കിയിട്ട് ടവല് കെട്ടണം, അല്ലെങ്കിൽ നീ ടോപ്പ് ഇറക്കിയിടണം. അങ്ങനെ എനിക്ക് OLX-ലൂടെയാണ് ഇത് ജോബിൻ്റെ കണ്ടത്. അപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്ത് നോക്കി. ആദ്യം ഒരു ശ്രീയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്, അഞ്ജു എന്ന് പറഞ്ഞ ശ്രീ. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, അങ്ങനെ കുറേ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ലൊക്കേഷൻ അവരുടെ അടുത്ത് ചോദിച്ചത്. ലൊക്കേഷൻ ചോദിച്ചപ്പോൾ അവർ തന്നത് വേറെ ലൊക്കേഷൻ, ഞാൻ ചെന്നത് വേറെ സ്ഥലത്തേക്കാണ്. എന്നെ ഭയങ്കരമായിട്ട് അവർ ചുറ്റി കളിക്കുക, എനിക്കൊരു പന്തികേട് തോന്നി. അപ്പോൾ ഞാൻ ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഒരു സ്പാലോട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ നിന്നാണ് ഇപ്പം എന്നെ കൊണ്ടുവന്നത് ഇങ്ങോട്ട്. കണ്ടത് ഒരു 30-40 പെൺകുട്ടികളെയും കണ്ടു. ഓരോരോ സ്പാല് ഭയങ്കര ഭയങ്കര ഇതായിരുന്നു, കാണാൻ തന്നെ പറ്റുന്നില്ല, അത്രയ്ക്ക് ഒരു വൃത്തികേട് ഫീൽ ചെയ്യുക. ഒരു സ്പാൽ എന്ന് പറഞ്ഞാൽ B2B, ഹാപ്പി എൻഡ്, പിന്നെ ക്രോസ്, അങ്ങനെ ഇഷ്ടംമാതിരി ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു കസ്റ്റമർ അവര് റൂമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഒരു സ്റ്റാഫ് ഡോറിന്റെ താഴെ കൂടെ കോണ്ടം ഇട്ട് കൊടുക്കുക, കൊട്ടുക. പിന്നെ ആലുവയിൽ നിന്നല്ല ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ കസ്റ്റമറായിട്ട്. ആള് പറഞ്ഞു എനിക്ക് നീ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നീ 1 hour നീ ഇത് എനിക്ക് സെക്സ് ചെയ്തു തരണം. അപ്പോൾ ആള് പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് പൈസ കിട്ടുന്നില്ലല്ലോ ഇതില്. അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ട്. എന്നിട്ട് ഇന്നലെ ആൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ അവിടെ നടക്കുന്നത് ടോട്ടലി ഭയങ്കര മോശമായിട്ടാണ് നടക്കുന്നത്. ഞാൻ ആരുടെ അറിയിച്ചാലും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് അറിയിച്ചായിരുന്നു. മീഡിയയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആളുടെ അടുത്ത് അറിയിച്ചു. എനിക്ക് ഇന്നലെ കാര്യങ്ങളൊന്നും അത്ര വലിയ ഐഡിയക്ക് കിട്ടിയില്ല. പക്ഷെ ഇന്ന് വന്നപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് എൻ്റെ കണ്ണിൽ നേരിൽ ഞാൻ കണ്ടു എന്താ സംഭവിക്കുന്നത്, അവിടെ എന്താ നടക്കുന്നത് എല്ലാം ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നോക്കി കണ്ടുപിടിച്ചു. കസ്റ്റമേഴ്സ് വരുന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു തെറാപ്പി അങ്ങനത്തെ ഉള്ള രീതിയിലേ ഞാൻ കണ്ടുള്ളൂ. പക്ഷെ ഇന്നാണ് എനിക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായത് അവരെന്താ അവിടെ ചെയ്യുന്നത്. ഞാൻ അറിയിച്ചായിരുന്നു. അപ്പം തന്നെ എന്നെ ഒരു റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടിരുന്നിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ബോൾഡായിട്ട് നിന്നു. അയച്ചതിൻ്റെ എല്ലാ എവിഡൻസും ഉണ്ട്. ആള് വരുന്നുണ്ട് രീതിക്ക് ഞാൻ എൻ്റെ മുഖത്ത് പേടി കാണിക്കാണ്ട് കൺട്രോൾ ചെയ്ത് ഞാനിരുന്നു. ഞാൻ അവരുടെ അടുത്ത് മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ പിടിച്ചു നിന്നു.